ഡേ ഇൻ മൈ ലൈഫ്, ഒരു ദിവസത്തെ എൻ്റെ ഓട്ടോ യാത്ര. എന്തൊരു പണിയിലും നമ്മൾ വിശ്വാസം, അത് ആരൊറ്റായാലും എന്തൊരു പരിപാടി ആകുമ്പോഴും നമ്മൾ വിശ്വാസം നിലനിർത്തണം. ആ വിശ്വാസം ഉള്ളിടത്തോളം കാലം നമ്മൾ ലൈഫിൽ സക്സസ് ആണ്. നമ്മൾ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കിയിടുന്നുണ്ടല്ലോ, നമ്മൾ നോക്കി നടക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ നേരിടണം. ആദ്യം തന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലത്തെ ഒരു പയ്യന്, അല്ലെങ്കിൽ വേണ്ട ഒരു ചങ്ങായി, ഒരു ചെറുപ്പക്കാരൻ, അവന് 2 വർഷം നിന്നിട്ട് ഒരു 2 മാസത്തെ ലീവിന് നാട്ടിൽ വരുമ്പോണ്ടല്ലോ, 1 മാസം കഴിഞ്ഞാൽ ഓൻ പൊട്ടും. പൊട്ടുകയെന്ന് പറഞ്ഞാൽ ഓൻ സാമ്പത്തികമായിട്ട് പൊട്ടും. നമ്മൾ ഈ 2 മാസത്തെ ലീവിന് വരുമ്പോൾ നമ്മളെ കയ്യിൽ നമ്മൾ പഠിക്കും കാര്യങ്ങളൊക്കെ ഒന്നും പോകുന്നുണ്ടാവില്ല. അപ്പം നമുക്ക് ചിലവേക്കാരം. ഓൾറെഡി നമ്മൾ ഗൾഫിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. പിന്നെ കുറേ നമ്മളെ ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മൾ വന്നിട്ട് എൻജോയ് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. ഞാൻ ലീവിന് വെക്കേഷനിൽ നാട്ടിൽ നിന്ന് വന്നാലും ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്യുക ഓട്ടോറിക്ഷ. ഇതാകുമ്പോൾ 2 കാര്യമാണ്, നമ്മളെ ആവശ്യങ്ങൾ നടക്കും, നമുക്ക് വരുമാനം ഉണ്ടാക്കാം. എവിടെ ജീവിച്ചാലും പൈസ വേണം. നാട്ടിൽ വന്നാലും പൈസ വേണം, ഗൾഫ് പോയാലും പൈസ വേണം. ഗൾഫ് പോകണമെങ്കിൽ പൈസ ഉണ്ടാക്കാനാ, നാട്ടിൽ നമ്മൾ പണിയെടുക്കുമ്പോൾ പൈസ ഉണ്ടാക്കാനാ. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ലൈഫിൽ ബിസി ആവുക. എനിക്ക് എൻ്റെ വണ്ടി വന്നാലും നമുക്ക് ഓട്ടങ്ങൾക്കൊരു കുറവില്ല കേട്ടോ. കാരണം ഞാൻ പണ്ടൊക്കെ നല്ല ഫോൺ ട്രിപ്പുകൾ ഓടിക്കുന്നതാണ്. ഫുള്ള് ഫോൺ ട്രിപ്പ്, ഞാൻ ക്യാപ്പൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പോഴും ആ കോൺടാക്ട്സ് ഞാൻ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വന്നിട്ടൊരു വണ്ടി എടുത്താൽ എൻ്റെ പഴയ കസ്റ്റമർക്ക് വിളി വരും, ഞാൻ അവിടുന്ന് ഓട്ടോ എടുക്കുകയും ചെയ്യും. പിന്നെ അത് നമ്മുടെ ഡീലിങ്സ് ആണ്. ഡീലിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിശ്വാസം. പിന്നെ നാട്ടിലത്തെ ഒരു സ്ഥലമാണ്, ആർക്കും സ്ഥലമാണെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് ആക്കിയാൽ മതി. ഇതൊക്കെ സ്ഥലങ്ങൾ കൊടുക്കണ്ടിട്ടാ. അപ്പൊ നമ്മളെ വ്ളോഗ് എടുത്ത് തുടങ്ങാം. പാർട്ടിക്കാരായിട്ട് ഫസ്റ്റ് തന്നെ പോയത് ഒരു ഹൂദിന്റെ കടയൊക്കെ. ഇന്ന ഓട്ടം വിളിച്ച കസ്റ്റമർ 2 ദിവസം കഴിഞ്ഞാൽ സൗദിയിലേക്ക് പോകും. അപ്പൊ മൂപ്പര കഫീലിന് ഹദിയായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലൊരു ഹൂദ് വേണമെന്ന് പറഞ്ഞു. അതിന് പറ്റിയ നല്ലൊരു സൈറ്റാണ് കോട്ടക്കൽ. എല്ലാവിധ ബ്രാൻഡഡ് പെർഫ്യൂമൻസ് ഇവിടെ അവൈലബിൾ ആയിട്ട്. ഒട്ടുമിക്ക പ്രവാസികളും ചിലപ്പം ഗൾഫിൽ നിന്ന് വരുമ്പോൾ അത്ര കൊടുന്നില്ല എന്നുണ്ടെങ്കിലും കോട്ടക്കൽ വന്നിട്ട് 1 2 ഒക്കെ മേടിച്ചിട്ട് ഗിഫ്റ്റ് ആയിട്ട് പോകും. ലാസ്റ്റ് നമ്മൾ വാങ്ങിയത് ബൊഹൂറിന്റെ മരക്കഷ്ണങ്ങളാണ്. ഈ സാധനം സ്വർണ്ണം തൂക്കണ പോലെയാണ് തൂക്കുന്നത്. 50 ഗ്രാമിന് 8000 രൂപ. നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് അറബികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, കുറച്ച് നല്ല ക്വാളിറ്റിന് കൊടുക്കണം. കുറച്ച് ടൈം വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം പാർട്ടിക്കാർക്ക് 2-3 സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പാർട്ടിക്കാർ എന്തായാലും അവരെ ആവശ്യങ്ങൾ നടത്തണം. അതിന് വേണ്ടിയിട്ടല്ലേ ഒരു വണ്ടി വിളിച്ചു തരുന്നത്. ചില ഡ്രൈവർമാരുണ്ട് തീരെ സമയം കിട്ടാത്തവർക്കൊന്നും പറഞ്ഞാലേ ഈ വണ്ടി പണി. നമ്മൾ വെറുതെ കൂടിയിരുന്നിട്ട് കാര്യമില്ല. ചെയ്യാൻ പറ്റുന്ന പണിയൊക്കെ നമ്മൾ ചെയ്യാം. കളിയാക്കലുണ്ടാവും, അതൊന്നും മൈൻഡ് ആക്കാം. അടുത്ത എന്തെങ്കിലും കണ്ടന്റ് ഇട്ടിട്ട് അപ്പൊ വരാം. അപ്പൊ എല്ലാവരോടും ഒരു വട്ടം കൂടിയും ശുക്രൻ.